എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ്. ഒരു വെറും ഓർമ്മയല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ്. എഴുതിയ ആളിന്റെ പേര് ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലുള്ള ആളുകൾക്ക് പരിചയമുണ്ടാവില്ല. കെ ദേവയാനി എന്നാണ് അവരുടെ പേര്. കെ ദേവയാനി ആലപ്പുഴക്കാരിയാണ്. സഖാവ് വി എസ് അച്യുതാനന്ദന്റെ കൂടെ പഠിച്ചയാളാണ്. ബാല്യകാല സുഹൃത്താണ്. അവരുടെ ഓർമ്മക്കുറിപ്പാണ് 6ാം പതിപ്പായി എൻ്റെ കയ്യിലുള്ളത്. തൃശ്ശൂരിലെ സമത എന്ന് പറയുന്ന സ്ത്രീരംഗത്തെ വലിയ പ്രസാധന കൂട്ടായ്മയാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ബൃന്ദ കാരാട്ടാണ്. ഇതിലെ വരികൾ, വാക്കുകൾ കേരളം വായിച്ചത് നെഞ്ചു പിടഞ്ഞാണ്. കാരണം ഈ ഓർമ്മക്കുറിപ്പ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികളിലൂടെ കെ ദേവയാനി എന്ന സഖാവ് കടന്നു വന്നു. എങ്ങനെയാണ് ദേവയാനി എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ, കേരളത്തെ കേരളമാക്കി മാറ്റാൻ ആഞ്ഞു പരിശ്രമിച്ച പല കമ്മ്യൂണിസ്റ്റുകാരൊരാളായിട്ടുള്ള എ വി കുഞ്ഞമ്പുവിൻ്റെ സഹധർമ്മിണിയായി അദ്ദേഹത്തിൻ്റെ കരം പിടിച്ച് ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്ക് കയറിയതു മുതൽ സമരമുഖങ്ങളിലെയും കഥനകഥകളിലെയും നായികയായി അവർ രൂപപ്പെടുകയായിരുന്നു. ഭർത്താവ് ജയിലരികൾക്കുള്ളിലായത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കിപ്പിടിച്ച കണ്ണീരുമായി പറക്കമുറ്റാത്ത തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്നുള്ള ആകുലത ഒരമ്മയെന്ന നിലയിൽ ഉണ്ടായിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ സ്ത്രീയായിരുന്നു കെ ദേവയാനി. ഇത്തരം നിരവധി സ്ത്രീകൾ കൂടി ചേർന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗാഥകൾ എഴുതപ്പെടേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ചരിത്രം പലപ്പോഴും പുരുഷ കേന്ദ്രീകൃതമാണ്. കാരണം പുരുഷൻ വിപ്ലവം നയിക്കുമ്പോൾ, അവൻ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, അവൻ്റെ കുടുംബം, അവൻ്റെ കുഞ്ഞുങ്ങൾ, അവൻ്റെ ഭാര്യ, അവൻ്റെ സഹോദരിമാർ, അവൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ആര്യ അന്തർജനത്തെ ഓർത്തുപോയി, എം രാധയെ ഓർത്തുപോയി, സുശീല ഗോപാലിനെ ഓർത്തു, കെ ആർ ഗൗരിയമ്മയെ ഓർത്തു. എത്രയോ എത്രയോ സഖാക്കളായ സ്ത്രീകൾ, അവരുടെ ചോരയും കണ്ണീരും കൊണ്ടാണ് ഈ നാട് ഉയർന്നു വന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം എപ്പോഴും. ഇവിടെയും ഒരു രാധമോളുണ്ട്. EMS ഉള്ള രാധമോൾ പോലെ ഒരു രാധമോളുണ്ട്. ആ രാധമോൾ ഓർമ്മയായിപ്പോയി. എത്രയോ കാറൽ മാർക്സ് മുതൽ തുടങ്ങിയതാണ്. കാറൽ മാർക്സിന്റെ കുട്ടികൾ നമുക്കറിയാം പട്ടിണി കിടന്ന് മരിച്ചു. ഇവിടെ പട്ടിണി, പരിവട്ടം, പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലും സഖാവ് എ വി കുഞ്ഞമ്പു ഒരു കലാഹൃദയം സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രതിസന്ധികളൊക്കെ കരകയറി. അദ്ദേഹത്തിൻ്റെ മകൻ കരിവള്ളൂർ മുരളി ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നാടകക്കാരൊരാളായി മാറി. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ തന്നെ പല മേഖലകളിൽ തങ്ങളുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. കരിവള്ളൂർ മുരളി എഴുതിയ നാടകക്കാരെന്ന നിലയിൽ എൻ്റെ ജീവിതം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നാടക രംഗത്ത്, കേരള രാഷ്ട്രീയ രംഗത്ത് രണ്ടിനെയും കൂടി ഇഴയപ്പത്തിനെ കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുന്ന വലിയ ഗ്രന്ഥമാണ്. അത്തരത്തിൽ ഈ ജീവിത സഖാവിനെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഉണ്ടായ ജീവിതത്തെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. അതിനു മുമ്പ് തുടക്കത്തിൽ ഈ ആലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ആമുഖത്തിൽ ബൃന്ദ കാരാട്ട് നമ്മുടെ രാജ്യത്താകമാനമുണ്ടായ സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദേവയാനി സഖാവ് എ വി കുഞ്ഞമ്മിൻ്റെ ഭാര്യ മാത്രമായിരുന്നില്ല, അവർ മഹിളാ സംഘത്തിൻ്റെ പ്രവർത്തകയായിരുന്നു, ഉശിരുള്ള സഖാവായിരുന്നു. ഓരോ പ്രക്ഷോഭങ്ങളിൽ സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനും പങ്കെടുപ്പിക്കുന്നതിനും സ്ത്രീകൾക്ക് ഈ രാജ്യത്തിൻ്റെ മാറ്റങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുന്നതിനും ആക്കുന്നതിനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. കരിവള്ളൂർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ വലിയ വിപ്ലവ കേന്ദ്രത്തിലാണ് അവർ ഭർത്താവും ഒന്നിച്ച് എത്തിച്ചേർന്നത്. പക്ഷേ വളരെ സ്വാഭാവികമായി വലിയ ഏറ്റുമുട്ടലുകളിൽ പരിക്കുകൾ ഏൽക്കേണ്ടി വന്നു അവർക്ക്. ഗർഭിണിയായിരിക്കുമ്പോൾ പോലും സ്വസ്ഥമായി ഒന്ന് കഴിഞ്ഞുകൂടാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവർ ഈ പ്രസ്ഥാനത്തോടും തൻ്റെ ജീവിത സഖാവിനോടും ഉള്ള പ്രതിബദ്ധത ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. ഇടയ്ക്ക് കുറെ കാലത്ത് അവർ പുന്നപ്രയുടെ ചോരമണ്ണിലേക്ക് വീണ്ടും വരേണ്ടി വന്നു. വീണ്ടും തിരിച്ച് അവിടേക്ക് വീണ്ടും പോയി.
കരിവള്ളൂരിലെ മുറിവുകളോട് അവർ യോജിച്ചു. അങ്ങനെ ഈ പുസ്തകത്തിൽ കരിവള്ളൂർ മുരളിയുടെ ഒരു കവിതയുണ്ട്. ആ കവിത വായിക്കുമ്പോൾ ഏറെക്കുറെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റ് മനസ്സിലാകും. അമ്മ ഒരു രാഷ്ട്രീയ പദം എന്നാണ് മുരളിയേട്ടൻ്റെ ഈ കവിതയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ആ അമ്മയ്ക്ക് പകരം അരിവാളോ? അതൊരു രാഷ്ട്രീയ പദമല്ലേ? മരണത്തിലേക്ക് വേച്ച് നടന്ന രാത്രിയിൽ എൻ്റെ ചുമലിൽ പിടിച്ച അമ്മ എന്നോട് മന്ത്രിച്ചു, അമ്മ ഒരു രാഷ്ട്രീയ പദം. രാഷ്ട്രീയം അറപ്പാകുന്നു. പത്രത്തിന്റെ മുഖത്ത് ആരോ കാർക്കിച്ചു തുപ്പിയിരിക്കുന്നു. തുപ്പലിനടിയിൽ ചിരിക്കുന്ന സ്വർണപ്പല്ലുകൾ. അമ്മയെ കാണാൻ, അമ്മയുടെ തേങ്ങൽ, കടൽ പോലെ അമ്മ. കാരുണ്യത്തിന്റെ മുലപ്പാൽ കടവ്. കപടവാക്കുകൾ കേട്ടു മടുത്ത് കടവായിൽ നിന്ന് ഒഴുകുന്ന മുലപ്പാൽ തുടച്ച് കണ്ണുകളിൽ ഉറ്റുനോക്കി എന്നോട് അമ്മ പറഞ്ഞു, ഇതെന്റെ മുലപ്പാൽ. എന്റെ ചോര കടഞ്ഞത്, സ്നേഹം കടഞ്ഞത്, ജീവൻ കടഞ്ഞത്. മുലപ്പാലിന് മധുരമുണ്ട്, ഉപ്പും. ചോരയുടെയും സ്നേഹത്തിന്റെയും ഉപ്പ്, ജീവിതത്തിന്റെ ഉപ്പ്. അതെ, അമ്മ ഒരു രാഷ്ട്രീയ പദം. ന്യൂസ് പ്രിന്റ് കളിക്കളങ്ങളിൽ തട്ടിക്കളിക്കുന്ന തലകൾ, ശാന്തി, സമാധാനം. ഗ്യാലറികളിലെ ചിരസില്ലാത്ത പുരുഷാരത്തിന്റെ ഹസ്തതാടനങ്ങളിൽ കുതിച്ചുകയറി കനത്ത ബൂട്ടുകൾ നേടുന്ന വിജയോന്മാദം. അവർ ചരക്കിറക്കി തുടങ്ങി. കുടിക്കാൻ ടാങ്കറുകളിൽ നിഷ്പക്ഷ കണ്ണീർ, തിന്നാൻ AC കോച്ചുകൾ നിറച്ച് പാൻകേക്ക്. ശാന്തിയുടെ പകർച്ചാ കേന്ദ്രങ്ങളിൽ തിരക്കോട് തിരക്ക്. എന്തെല്ലാം ബ്രാൻഡുകൾ! റബ്ബർ ശാന്തി, അബ്കാരി ശാന്തി, ഓം ശാന്തി. കാല ദേശങ്ങളില്ലാത്ത, വർണ്ണ രുചികളില്ലാത്ത, അരൂപിയായ ആകാശരൂപിയായ അത്ഭുതമാണോ അമ്മ? വാരാന്ത്യ മരമോന്തകൾ മൊഴിയുന്ന കരയില്ലാ കടലാണോ അമ്മ? മതഭ്രാന്തനെയും കഴുതയെയും കവിയെയും വിപ്ലവകാരിയെയും എന്നെയും നിന്നെയും പേറുകയും പെറുകയും ചെയ്യുന്ന വെറും ഗർഭപാത്രമാണോ അമ്മ? ഈ ചോദ്യങ്ങളാണ് ഈ കവിതയിലുള്ളത്. വളരെ ഉള്ളിൽ തട്ടി വായിക്കുന്ന, വിതുമ്പി വായിക്കുന്ന ഒരു പുസ്തകം. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. ഓർമ്മക്കുറിപ്പുകൾ. കെ ദേവയാനി. സമത, തൃശൂർ. നന്ദി, നമസ്കാരം. അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.